വാർത്തകൾ വിശദമായി. കേരളത്തിലെ മതേതര സംഘടനകൾ നിലപാടെടുക്കാത്തത് അപകടകരമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞു. മുസ്ലിങ്ങൾ മറ്റാരേക്കാളും സ്നേഹിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ നബി തങ്ങളെയാണ് മാതൃഭൂമി ദിനപത്രം നിരുത്തരവാദപരമായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്നിടത്തു തന്നെയാണ് കാര്യങ്ങളുടെ മർമ്മം. ഒരാൾക്ക് ഒരു പ്രസിദ്ധീകരണത്തിന് ഇതിനേക്കാൾ മുസ്ലിം വിരുദ്ധമാകാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ മതത്തിന്റെ സർവസ്വവും. ആ സർവസ്വത്തെയാണ് മാതൃഭൂമി കടന്നാക്രമിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ തെറ്റുപറ്റിയെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും എന്നും മാതൃഭൂമി ദിനപത്രം നേരിട്ടും അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും അറിയിക്കുകയും ഖേദപ്രകടനം നടത്തുകയുമുണ്ടായി. പക്ഷേ മുസ്ലിങ്ങളോട്, മുസ്ലിം ചിഹ്നങ്ങളോട്, മുസ്ലിം സംസ്കാരങ്ങളോട്, മുസ്ലിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട്, മുസ്ലിങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളോട് മാതൃഭൂമി സ്വീകരിച്ചു പോരാറുള്ള സമീപനങ്ങളിൽ കൂടി മാറ്റം വരുത്താതെ ഈ ഖേദപ്രകടനം പൂർണ്ണമാകും എന്ന് തോന്നുന്നില്ല. കേരളത്തിലെ സൌഹാർദ്ദാന്തരീക്ഷത്തിനുമേൽ ഇത്രയേറെ പരിക്കേൽപ്പിച്ച ഒരു സംഭവത്തിൽ ഇവിടുത്തെ മതേതര സംഘടനകൾ എന്നവകാശപ്പെടുന്നവർ പ്രതികരിക്കുക പോലും ഉണ്ടായില്ല എന്നത് ഞങ്ങളുടെ ആശങ്കയുടെ കനം കൂട്ടുന്നുണ്ട്. പാരീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ സമുദായത്തോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചവർ പോലും കോഴിക്കോടും തൃശൂരും അതുണ്ടായപ്പോൾ കൂടെ നിൽക്കാനുണ്ടായില്ല എന്നതിനെ ഖേദകരം എന്നല്ല വിശേഷിപ്പിക്കേണ്ടത്, അപകടകരം എന്നാണ്. ഈ 2 ദിവസങ്ങളിലായി നടന്ന സംഭവങ്ങളിൽ പരസ്യമായി ഒരു നിലപാടെടുക്കാൻ പോലും കഴിയാത്ത വിധം എന്തു പേടിയാണ് ഇവിടുത്തെ മതേതര സംഘടനകളെ പിടികൂടിയിരിക്കുന്നതെന്നറിയാൻ ഈ സമുദായത്തിന് താൽപര്യമുണ്ടെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞു. പ്രവാചകൻ നിന്ന് നടത്തിയ മാതൃഭൂമിയുടെ ഒളിയജണ്ടകൾ തുറന്നുകാട്ടി സിറാജ് ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. ക്രൂരമായ അവഹേളനം എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ദേശീയ പത്രത്തിന് ഏതാണ്ട് അതിന്റെ ഉദ്ഭവകാലം തൊട്ടേ ബാധിച്ചതാണ് മുസ്ലിം വിരുദ്ധ സമീപനം. മുസ്ലിങ്ങളെയും പ്രവാചകനെയും ശരീഅത്തിനെയും നിന്ദിക്കുന്നതിൽ വല്ലാത്തൊരു അനുഭൂതി. എക്കാലത്തും മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്ന പത്രം നടത്തിയ പ്രവാചകൻ നിന്ന ഒരബദ്ധമാണെന്ന് പറഞ്ഞ് അതിന്റെ ഉത്തരവാദിത്തം സാമൂഹിക മാധ്യമങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ തുനിഞ്ഞാൽ അതപ്പടി വിഴുങ്ങാൻ മാത്രം വിഡ്ഢികളല്ല ഇവിടെയുള്ളവർ. എന്തായിരിക്കാം ഈ തരം താണ കുറിപ്പ് പ്രസിദ്ധീകരിച്ചതിലൂടെ പത്രം ലക്ഷ്യമാക്കുന്നത്? പ്രവാചക നിന്ന എന്നതിനപ്പുറം ക്ഷമാശീലം കുറഞ്ഞവരെ പ്രകോപിപ്പിച്ച് അക്രമാസക്തരാക്കുകയും മുസ്ലിങ്ങളെ അക്രമാസക്തരും സഹിഷ്ണുതയില്ലാത്തവരുമായി ചിത്രീകരിക്കുകയുമാണോ? കാർട്ടൂൺ വരച്ചും ഖുർആൻ കത്തിച്ചും മുസ്ലിങ്ങളെ പ്രകോപിതരാക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ സയനിസ്റ്റ് പ്രവൃത്തികളിൽ നിന്ന് കടമെടുത്ത കുരുട്ടുവിദ്യയാണിത്. എന്നാൽ ഇവിടെ ഈ കുതന്ത്രം വിലപ്പോയില്ലെന്നാണ് സംസ്ഥാനത്ത് അരങ്ങേറിയ പ്രതിഷേധങ്ങളുടെ സ്വഭാവം വിളിച്ചോതുന്നതെന്നും എഡിറ്റോറിയൽ പറയുന്നു. പ്രവാചകരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ മാതൃഭൂമി പത്രത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പുനഃപ്രസിദ്ധീകരിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇന്റലിജൻസ് ADGP A ഹേമചന്ദ്രനെയാണ് ചുമതലപ്പെടുത്തിയത്. സംഭവത്തെ തുടർന്ന് മാതൃഭൂമിയിലെ 3 ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്.